കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുളിങ്ങോം പാലാവയൽ പാലത്തിൽ ടാറിംഗ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിൽ. ടാറിംഗ് തകർന്ന് രൂപപ്പെട്ട കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. 1995 ജനകീയ പങ്കാളിത്തത്തോടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തേജസ്വിനി പുഴയ്ക്കു കുറുകെ പുളിങ്ങോം പാലാവയൽ പാലം നിർമ്മിച്ചത്. കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിനെയും കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും കടന്നുപോകുന്നത്. പാലത്തിലെ ടാറിംഗ് തകർന്ന് രൂപപ്പെട്ട കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കാൽനടയാത്ര പോലും ദുസ്സഹമാണ്. മഴക്കാലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി പാലത്തിന് സമീപം റോഡ് ഉയർത്തുന്ന പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചത് ദുരിതം വർദ്ധിപ്പിച്ചു. പുതുതായി പണിത ഓവുചാൽ സ്ലാബിട്ട് മൂടാത്തത് അപകടത്തിനിടയാക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ബസ്സിന് സൈഡ് കൊടുത്ത ഇരുചക്ര വാഹനം ഓവുചാലിൽ വീണ് യാത്രക്കാരന് പരിക്കേറ്റിരുന്നു. പാലത്തിന് വീതി കുറവായതിനാൽ 2 വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നുപോകാൻ പ്രയാസമാണ്. ടാറിംഗ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അടിയന്തര പരിഹാരം വേണമെന്നും ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. തുള്ളി വണ്ടിയുടെ അകവായും ആൾക്കാരെ യാത്രക്കാരെ നടുവിൽ പണിയും ഇത് മഴക്കാലത്തിപ്പം കഴിഞ്ഞ വർഷത്തെ കാലമാണ്. കാലം ഇപ്പൊ ഇത് ഭയങ്കര അവസ്ഥ. മഴ തുടങ്ങുമ്പോൾ എല്ലാം മാന്തി അപ്പുറത്ത് ഇവിടെ പാലാണ് കുഴിയൊക്കെ പോകാൻ പറ്റാത്തൊരവസ്ഥ. അത് ഒന്നാം റോഡിന് പാലത്തിന് വീതി കുറവാണ്. അപ്പോൾ ഇതിപ്പോ എന്തെങ്കിലും സംവിധാനം ഉടനെ ചെയ്യില്ലെങ്കിൽ റോഡ് വണ്ടി പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി റോഡ് ഉയർത്തുന്നതിനും ഓവുചാൽ നിർമ്മിക്കുന്നതിനും പാലത്തിന് മുകളിൽ ടാർ ചെയ്യുന്നതിനും പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിരുന്നുവെന്നും മഴ കുറഞ്ഞാലുടൻ ടാറിംഗ് നടത്തുമെന്നും വാർഡ് മെമ്പർ CBM തോമസ് പറഞ്ഞു. എന്നാൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് ഫണ്ട് വെക്കുകയും തകർന്നു കിടന്ന റോഡ് യാത്രായോഗ്യമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ആ റോഡിൻ്റെ വികസനത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആ വികസനം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി അതിന് ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് വെക്കുകയും അതിന് നമുക്കറിയാം, ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിന് മനോഹരമായ ഡ്രെയിനേജ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ റോഡിൽ വെള്ളം എവിടെയും കെട്ടിക്കിടക്കാത്ത രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും റോഡ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടാണുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, മുൻ വർഷങ്ങളിൽ ആ പാലവും നമ്മൾ ടാർ ചെയ്തിരുന്നു. എന്നാൽ കോൺക്രീറ്റ് ചെയ്ത പാലത്തിൽ ടാർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അത് തുടർച്ചയായിട്ട് പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത്തവണയും നമ്മൾ പാലത്തിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.